വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മുടെ ആനുകാലിക റിവിഷൻ ക്ലാസ് തന്നെ കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആലപ്പുഴയിലുള്ള ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനും കൂടിയാണ് കേട്ടോ അത്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല കടുവാ സങ്കേതം. തമിഴ്നാട്ടിലുള്ള ആനമല കടുവാ സങ്കേതത്തിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നു കേട്ടോ, നല്ലൊരു പോയിൻ്റ് അത്. ഇനി ഒറ്റയ്ക്കായ വയോധികർക്ക് സ്വാതന്ത്ര്യമേകുവാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം എന്ന് പറയുന്നത്. പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയ പുതിയ പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഒറ്റയ്ക്കായ വയോധികർക്ക് സ്വാതന്ത്ര്യമേകുവാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം എന്ന് പറയുന്നത് കേട്ടോ. ഈ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഇനി എങ്ങാനും ചോദിച്ചാലോ. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് അസം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടനാണ്. സിക്കിമിലുള്ള യാക്ടൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്താണ് കേട്ടോ. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡ്രോം മേഘാലയ. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡ്രോം മേഘാലയ. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽവേ പാത ഏതാണ്? എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷനിലാണ് കവച് സുരക്ഷാ സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പക്ഷെ അങ്ങനെ കാര്യമില്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഒരുപാട് ഓർഫനേജിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഒരു വീട്ടിലൊരു വയസ്സായുള്ള ഒരാൾക്ക് വീട്ടിലൊരു മുറി മാത്രം ഒരുക്കിയതുകൊണ്ട് കാര്യമില്ല, ആ വീട്ടിലുള്ള ആളുകളും കൂടെ നന്നായിരിക്കണം. ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, വയസ്സായവരെ ഉപദ്രവിക്കുന്നതും തള്ളിയിടുന്നതും ഒക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അയ്യോ, നമ്മൾ ടോപ്പിക്ക് വിട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത്. ഞാൻ കറണ്ട് അഫെയറിൻ്റെ അന്ന് പറഞ്ഞു, കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ എന്തായാലും പഹൽഗാം ഭീകരാക്രമണം, പഹൽഗാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. വിത്തൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വിത്തൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ജാർഖണ്ഡ്. 2025 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? സന്തോഷ് കുമാറിനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് കേട്ടോ. 2025 മലയാറ്റൂർ പുരസ്കാരം ആര് നേടി? സന്തോഷ് കുമാറാണ് കേട്ടോ. തപോമയിയുടെ അച്ഛൻ സന്തോഷ് കുമാറിനെ കൊണ്ട് മല കയറിയെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. 25 മല കയറിയെന്ന് ആലോചിച്ചാൽ മതിയേ. അച്ഛൻ സന്തോഷിനെ കൊണ്ട് 25 മല കയറി. പറ്റണവർക്ക് എടുത്താൽ മതിയേ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ് കേട്ടോ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? പത്മകുമാറാണ് കേട്ടോ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റിരിക്കുന്നത് ഡോക്ടർ രാജരാജനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറാണെങ്കിൽ ഡോക്ടർ രാജരാജൻ. ഇനി സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറാണെങ്കിൽ പത്മകുമാർ.
ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് NISAR എന്ന് പറയുന്നത് കേട്ടോ. NISAR ആണ് ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 7-നാണ്. ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 7-നാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ നമ്മുടെ നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ ദേശീയ ജാവലിൻ ദിനമായിട്ട് ഓഗസ്റ്റ് 7 ആചരിക്കുന്നത്. ഓർമ്മയിലുണ്ടാവണേ, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെച്ചിട്ട് നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ ഗോൾഡ് കിട്ടിയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം. ഈ ഓഗസ്റ്റ് 7 എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആരുടെ സ്മരണയിലാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ MS സ്വാമിനാഥൻ്റെ സ്മരണയിലാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. MS സ്വാമിനാഥൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് കാർഷിക ദിനമായിട്ട് ഓഗസ്റ്റ് 7 ആചരിക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര തീരുമാനിച്ചിരിക്കുന്നത്. അതും കൂടെ ഒന്നിവിടെ ഓർത്തിരിക്കണേ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് നമ്മുടെ കേരളമാണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് കേരളം. രാജ്യത്തെ ആദ്യത്തെ IoT അഥവാ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാട്ടാക്കടയാണ് കേട്ടോ. കാട്ടാക്കടയാണ് രാജ്യത്തെ ആദ്യത്തെ IoT പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 130-ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഒന്നും കൂടെ പറയാം. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ തുടർച്ചയായിട്ട് 30 ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനം നഷ്ടമാകും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 130-ാം ഭരണഘടനാ ഭേദഗതി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വയ്ക്കണേ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം. ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? മദർ മേരി കംസ് ടു മീ എന്നുള്ളതാണ് കേട്ടോ. മദർ മേരി കംസ് ടു മീ. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മനിക വിശ്വശർമ്മയാണ് കേട്ടോ. മനിക വിശ്വശർമ്മയാണ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നത്. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത്. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സാറ തെണ്ടുൽക്കറിനെയാണ് കേട്ടോ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാറ തെണ്ടുൽക്കർ. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയിരിക്കുന്നത് വിയ്യാപുരം ചുണ്ടനാണ്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് വിയ്യാപുരം ചുണ്ടൻ. 2026 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് കേട്ടോ. 2026 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക സംയുക്തമായിട്ടാണെന്ന് ഓർത്തിരിക്കുക. 2025 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്നത് ബീഹാറാണ്. 2025 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്നത് ബീഹാർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമാലയൻ കിങ്ഫിഷറാണ് കേട്ടോ. ആദ്യത്തെ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമാലയൻ കിങ്ഫിഷർ. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രോങ്കോ ടെസ്റ്റ്. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ് കേട്ടോ. പ്രസ് ടെസ്റ്റ് എന്നാണ് കേട്ടോ.
പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രിയായി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സൈൻ ബൊബോറോ നായകനായ സിനിമ ഏതാണ്? പപ്പാ ബുക്കയാണ് കേട്ടോ, പപ്പാ ബുക്ക. പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രിയായി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സൈൻ ബൊബോറോ നായകനായ സിനിമ ഏതാണ്? പപ്പാ ബുക്കയാണ് കേട്ടോ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സൈൻ ബൊബോറോ എന്ന് പറയുന്നത് എന്താണ്? നായകനെയാണ് കേട്ടോ പറയുന്നത്. അതെ, ആ നായകൻ്റെ പേരാണ് സൈൻ ബൊബോറോ എന്ന് പറയുന്നത്. ശുക്രനിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് വെനേറ ഡി എന്ന് പറയുന്നത് കേട്ടോ. ശുക്രനിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് വെനേറ ഡി. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ ചിപ്പ് ഏതാണ്? വിക്രം 32 ആണ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ മൈക്രോ ചിപ്പ് വിക്രം 32. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ്. ജൂൺ 6-നാണ് അത് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം ഏതാണ്? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബാർബോക്കിനെയാണ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അനലീന ബാർബോക്കിയാണ് കേട്ടോ, അനലീന ബാർബോക്കി. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടിയത് ജാഫർ പനാഹിയാണ് കേട്ടോ. ജാഫർ പനാഹിയാണ് 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള പാംദോർ നേടിയിരിക്കുന്നത്. 18ാം IPL ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. നമ്മുടെ വിരാട് കോഹ്ലിയുടെ കേട്ടോ. 18ാം IPL ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗോഫാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗോഫ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് അൽക്കാരസ് ആണ് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ആണെങ്കിൽ കോക്കോ ഗോഫ്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ആണെങ്കിൽ അൽക്കാരസ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നത് കെ ദിൽസന രൂപ എ ആണ് കേട്ടോ. INS തരിണി എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലിലാണ് കേട്ടോ അവർ, പായ്വഞ്ചിയിലാണ് കേട്ടോ അവർ ലോകം ചുറ്റിയിരിക്കുന്നത്. കെ ദിൽസന രൂപ എ എന്ന് പറയുന്നത് കേട്ടോ. കെ ദിൽസന കോഴിക്കോടുകാരിയാണ്. രൂപ എന്ന് പറയുന്നത് പുതുച്ചേരി വനിതയാണ് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നാണ് രൂപ വരുന്നത്. കെ ദിൽസന കോഴിക്കോടുള്ള വനിതയാണ് കേട്ടോ. അപ്പോൾ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ വനിതകളാണ് കെ ദിൽസന രൂപ എ എന്ന് പറയുന്നത് കേട്ടോ. 72ാം ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒപ്പാൽ സുജാത ചോങ്സയാണ് കേട്ടോ. 72ാം ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒപ്പാൽ സുജാത ചോങ്സ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറീന എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം നടന്നത് എവിടെ? നീസിൽ, ഫ്രാൻസിലെ നീസിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനം നടന്നത് എവിടെയാണ്? ഫ്രാൻസിലെ നീസിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആകുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാകുന്ന വന്യജീവി സങ്കേതം ആറളം. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള ബ്രാൻഡ് അംബാസഡർ ആകുന്നത് കത്രീന കൈഫ്. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള ബ്രാൻഡ് അംബാസഡർ ആകുന്നത് കത്രീന കൈഫ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക എന്ന് പറയുന്നത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ആക്സിയം മിഷൻ 4 കേട്ടോ അദ്ദേഹം ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഈ ആക്സിയം മിഷൻ 4 ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്.
ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കങ്കണ റനൗട്ടാണ് കേട്ടോ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റനൗട്ട്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് സ്മൃതി മന്ദാനയാണ് കേട്ടോ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് സ്മൃതി മന്ദാന. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു കറണ്ട് അഫെയർ ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ കറണ്ട് അഫെയർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതുവരെ ഞാൻ ഇട്ടത് ഈ 3 ക്ലാസ്സിൽ ഞാൻ ഇട്ടിരിക്കുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്കതല്ലാണ്ട് വേറെ കുറച്ച് നോക്കാനുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ഒരാഴ്ചയിൽ കറണ്ട് അഫെയർ ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം കേട്ടോ. ഇനി പുരസ്കാരങ്ങൾ നോക്കാണ്ട് അപ്പോയിൻമെൻറ്റ് നോക്കണം. പിന്നെ കുറച്ച് പ്രമുഖർ അന്തരിച്ചിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിലും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെല്ലാം നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഈ ടോ എന്ന് പറയുന്നത്. അതങ്ങനെ ശീലമായിട്ടാട്ടോ. അതെ, പിന്നെയും അതങ്ങനെ ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. എന്ത് പറഞ്ഞാലും ഒരു ടോ എന്നങ്ങനെ ആയിപ്പോയി. അതങ്ങനെ മാറുമായിരിക്കും ചിലപ്പോൾ. ഒരുപാട് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ചിലപ്പോൾ മാറുമായിരിക്കും. പോകെ റെഡി ആവുമായിരിക്കും എല്ലാം. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അതൊക്കെ ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾ കണ്ടൻറ്റ് മാത്രം എടുക്കുക, പഠിക്കുക, ആവശ്യമുള്ളത് എടുക്കുക, പഠിക്കുക, നെഗറ്റീവ് ഒഴിവാക്കുക കേട്ടോ. അങ്ങനെ ഒഴിവാക്കാനല്ല പറയണത്, ഇപ്പം നമുക്ക് ഒഴിവാക്കണതാണ് നല്ലത്. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം. പോകെ എല്ലാം റെഡിയാക്കാം കേട്ടോ. അതെ, പിന്നീട്ടോ. അപ്പം ശരി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എന്നാൽ ശരി.